ഹായ് മക്കളെ, ഇന്ന് നമ്മൾ CM കിഡ്സ് എക്സാമിൻ്റെ അതായത് LSS എക്സാമിൻ്റെ പാർട്ട് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. പാർട്ട് 2 എക്സാം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂറാണ് ടൈം. പാർട്ട് 1 എക്സാം രാവിലെ ആയിരിക്കും. 2 മണിക്കൂറാണ് ടൈം. 50 ചോദ്യങ്ങൾ, 50 മാർക്ക്. ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്, അതിന് 5 മാർക്കാണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Didi began to come every day. The children were curious and inched closer. Slowly they became to recognize letters and words. പറഞ്ഞിട്ടുള്ളത് ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. കുട്ടികൾക്ക് ജിജ്ഞാസയായി. ക്യൂരിയസ് എന്നാൽ ജിജ്ഞാസ. അവർ അടുത്ത് വന്നു. പതുക്കെ അവർ അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. യു ക്യാൻ ഫൈൻഡ് ദം എവരി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും അവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. യു ക്യാൻ സീ ദം ലാഫിങ്. യു ക്യാൻ വാച്ച് ദം ഹാവിങ്. അവർ ചിരിക്കുന്നതും അവർ സംസാരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ മച്ച് ഫൺ. അത് വളരെ രസകരമാണ്. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. ഹൂം ഡസ് ദ വേർഡ്സ് ദം ഇൻഡിക്കേറ്റ്. അവർ വളരെയധികം ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ എന്ന വാക്ക് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ചിൽഡ്രൻ. B. Books. C. Children and Didi. The villagers. ആൻസർ C ആണ്. The children and Didi. ഇനി B. The theme of the story is dash. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളൊന്ന് വായിക്കാം. A. The value of education and generosity. വിദ്യാഭ്യാസത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും മൂല്യം. B. Education and hard work. വിദ്യാഭ്യാസവും കഠിനാധ്വാനവും. C. The charity and hospitality. D. Donation and education. ദാനവും വിദ്യാഭ്യാസവും. ഏതാണ് ആൻസർ? ബി ആണ് അല്ലേ. ദ എഡ്യൂക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ഇനി സി ക്വസ്റ്റ്യന്. വൺ ഓഫ് ദ ചിൽഡ്രൻ റൈറ്റ്സ് ഹിസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി? ആയിട്ട് ഡേറ്റ്, ദിവസം 26/2/2026 Thursday. Today was a day I will never forget. Today I read a book on my own. I did not know how to read any books. One day my friends and I were playing near the garbage dump. A woman came and gave us some books. I did not know how to read them. I looked through all pictures in them. We called that woman Didi. Didi taught me and my friends the letters and words. Today I read the books that Didi gave me very well. My friends and I like Didi a lot. 2-3 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 2 കത്തെഴുതാം. പുതിയ തലമുറകൾ അവരുടെ ഭക്ഷണങ്ങളിൽ തൊടികളിൽ സമൃദ്ധമായി വളരുന്ന ചേമ്പ്, ചേന എന്നിവ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ആർക്കും വേണ്ടാതാവുകയാണ്. പുതിയ തലമുറകളുടെ ഈ മുഖം തിരിച്ചിൽ ചേമ്പ്, ചേന എന്നീ വിളകളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അഖില കേരള ചേമ്പ് ചേന കൂട്ടായ്മ ചേമ്പിലങ്ങാടിയിൽ വെച്ച് പ്രതിഷേധ സംഗമം നടത്തുവാൻ തീരുമാനിച്ചു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് ചേനക്കണ്ണൻ പ്രതിഷേധ സംഗമത്തിൽ പ്രസംഗിക്കാൻ ചെറുചേമ്പ് കുട്ടപ്പനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തെഴുതി തയ്യാറാക്കുക. കത്തെഴുതുമ്പോൾ മുകളിലായിട്ട് സ്ഥലം എഴുതാം. സ്ഥലത്തിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ സ്ഥലപ്പേര് എഴുതണം. ഇവിടെ നമുക്ക് ചേമ്പിലങ്ങാടി എന്ന് തന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് തീയതി. നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ പേരിനോട് ചേർത്ത് പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, സ്നേഹത്തോടെ അങ്ങനെ എഴുതി ചേർക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ചെറുചേമ്പ് കുട്ടപ്പനെ ക്ഷണിക്കാനാണ് കത്തെഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? പ്രിയപ്പെട്ട ചെറുചേമ്പ് കുട്ടപ്പ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്കും ചേമ്പിലങ്ങാടിയിലെ എല്ലാവർക്കും സുഖം തന്നെയാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ കത്തയക്കുന്നത്. ഫെബ്രുവരി 26 വ്യാഴാഴ്ച ചേമ്പിലങ്ങാടിയിൽ വെച്ച് അഖില കേരള ചേമ്പ് ചേന കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സംഗമയോഗത്തിൽ നമ്മുടെ താമരക്കണ്ണൻ ചേമ്പ് അധ്യക്ഷത വഹിക്കും. നിന്നോളം ഉഷിരും വീര്യവും മറ്റാർക്കാണുള്ളത്? നമ്മളിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെക്കുറിച്ചും പുതിയ തലമുറകളിൽ കണ്ടുവരുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളെ തടയാൻ നമ്മൾ കേമന്മാരാണെന്നും അവരെ അറിയിച്ചുകൊണ്ട് ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം. അതിന് നിനക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നീ നിർബന്ധമായും വരണം. ഞാൻ കാത്തിരിക്കും. വരാതിരിക്കരുത്. താഴെയായി സ്നേഹത്തോടെ ആരാണോ കത്തെഴുതുന്നത് അവരുടെ പേര്. ഇവിടെ നമ്മൾ ചേനക്കണ്ണനാണ്
സ്നേഹത്തോടെ ചേനക്കണ്ണൻ, പ്രസിഡന്റ്, അഖില കേരള ചേമ്പ് ചേന കൂട്ടായ്മ. കത്തെഴുതുമ്പോൾ ഇതുപോലെ ഫോർമാറ്റൊക്കെ സ്വീകരിക്കണം. ഇതൊരു കോളത്തിലാക്കണം കേട്ടോ. ഇനി അടുത്തത് ഡയറി. മണിയപ്പൻ അപ്പുവിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരം മുറ്റത്തെ ആ വലിയ മാവ് വെട്ടാനൊരുങ്ങി. സഹായിയും ഒത്ത് മണിയപ്പൻ പണി തുടങ്ങി. മാവിൻ്റെ ചില്ലകൾ ഓരോന്നും വെട്ടിമാറ്റി തുടങ്ങി. പന്തിരിച്ച് വളർന്ന ചില്ലകൾ താഴെ വീണു. താഴെ വീഴുന്ന ഓരോ ചില്ലകൾക്കുള്ളിലും പക്ഷിക്കൂടുകളുണ്ട്. ചിലതിൽ മുട്ടകളും കുഞ്ഞുങ്ങളും, ചിലതിൽ ഇറച്ചി കഷ്ണം പോലുള്ള കുഞ്ഞുങ്ങൾ. അപകടം അറിഞ്ഞിട്ടാകാം അമ്മ പക്ഷികൾ മരത്തിനു ചുറ്റും ഒച്ച വെച്ച് വട്ടമിട്ട് പറക്കുന്നു. അമ്മ പക്ഷികളുടെ ഒച്ച കേട്ട് നിലത്തു വീണ കൂടുകളിൽ നിന്നും കുഞ്ഞുങ്ങളും ആർത്തു കരയുന്നു. ദയനീയം തന്നെ. വീടിൻ്റെ ഉമ്മറത്തിരുന്ന് എല്ലാം കണ്ട് നിസ്സഹനായി ഇരിപ്പാണ് അപ്പു. അപ്പുവിന് സങ്കടം തോന്നി. അവൻ ചെവി പൊത്തി. ആർത്തു കരച്ചിലുകൾ സഹിക്കാനാവുന്നില്ല. കാണാനും കേൾക്കാനും ആവാതെ അപ്പു മുറിയിലേക്ക് ഓടി. കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. അന്ന് രാത്രി അപ്പു ഡയറി എഴുതി. എന്തെല്ലാം അവൻ്റെ ഡയറിയിൽ വന്നിട്ടുണ്ടാകാം. ആ ഡയറി എഴുതി നോക്കൂ. മുകളിലായിട്ട് ഡയറി എന്ന് എഴുതുക. അതിന് താഴെ ഡേറ്റ്, ദിവസം. കത്ത്, ഡയറി, പത്രവാർത്ത, നോട്ടീസ് ഇതെല്ലാം എഴുതുമ്പോൾ ഒരു ഔട്ട്ലൈൻ വേണം കേട്ടോ. ഒരു കോളത്തിൻ്റെ ഉള്ളിലാണ് ഇത് എഴുതേണ്ടത്. ഇന്ന് എനിക്ക് മറക്കാൻ കഴിയാത്ത വേദനയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുമ്പോൾ മരം വെട്ടുകാരൻ മണിയപ്പൻ വന്നു. ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ വലിയ മാവ് മുറിച്ചു. ഓരോ ചില്ലകൾ വെട്ടിമുറിക്കുമ്പോഴും അതിനുള്ളിലുള്ള പക്ഷിക്കൂടുകൾ താഴെ വീണു. ചില കൂടുകളിൽ മുട്ടകളുണ്ട്. ചിലതിൽ മുട്ടകളും കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങളെന്നാൽ തൂവലുകളില്ലാത്ത ഇറച്ചി കഷ്ണം പോലുള്ള കുഞ്ഞുങ്ങൾ. അമ്മ പക്ഷികൾ ഒച്ച വെച്ച് മരത്തിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. അമ്മ പക്ഷികളുടെ ഒച്ച കേട്ട് വീണ് കിടക്കുന്ന കൂടുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ആർത്തു കരയുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആ ദയനീയമായ ആർത്തുകരച്ചിൽ സഹിക്കാനാവാതെ ഞാൻ ചെവി പൊത്തി മുറിയിലേക്ക് ഓടി കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. രാത്രി ആയപ്പോഴും ആ ദയനീയമായ കാഴ്ച എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് മറക്കാനാവുന്നില്ല. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. മക്കൾ കൂടുതൽ എഴുതി ചേർക്കണം കേട്ടോ. 4ഉം 5ഉം മാത്സിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 4. സമചതുരാകൃതിയിലുള്ള ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്ററാണ്. എ ക്വസ്റ്റ്യന് ഒരു ടൈലിൻ്റെ ചുറ്റളവ് എത്ര? ചോദ്യം വന്നാൽ മക്കൾ തന്നിട്ടുള്ള ഷേപ്പ് ഒന്ന് വരക്കണം കേട്ടോ. ഇതിന് മുമ്പ് നൽകിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിൻ്റെയും നൽകിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തുക കേട്ടോ. വശം 30 ആണെങ്കിൽ 4 വശവും 30 ആയിരിക്കും അല്ലേ? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? 4 ഗുണിക്കണം വശം. നമുക്കൊരു വശം 30 ആണ്. 4 ഗുണിക്കണം 30 സമം 120. ചുറ്റളവ് സമം 120 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റ്യന് ഒരു ടൈലിനെ ഒരേപോലെയുള്ള ചതുരാകൃതിയായ 2 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇവിടെ നമ്മൾ ടൈലിനെ ഒരേപോലെയുള്ള 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവാണ് കാണേണ്ടത്. ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളം 30, വീതി 15. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ നീളം പ്ലസ് വീതി പ്ലസ് വീതി 30 + 30 + 15 + 15. ആൻസർ 90 കിട്ടും. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് സമം 90 സെൻറ്റിമീറ്റർ. സി ക്വസ്റ്റ്യന് 4 ടൈലുകൾ സമചതുരാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു വശം എത്രയായിരിക്കും? ഇതുപോലെ ചേർത്ത് വെക്കണം. ഇങ്ങനെ ചിത്രം വരക്കണം കേട്ടോ. ഈ ടൈലിൻ്റെ വശങ്ങളൊന്ന് രേഖപ്പെടുത്താം. ഇതുപോലെ നമുക്ക് നൽകിയിട്ടുള്ള ചോദ്യം ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? ഇവിടെ 30 + 30 അപ്പോൾ 60. ആൻസർ എത്രയാണ്? 60 സെൻറ്റിമീറ്റർ. സിമ്പിളല്ലേ? ഇനി അടുത്ത ചോദ്യം. 2 ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? ഇതും അതുപോലെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ചിത്രം വരയ്ക്കുന്നത് മക്കൾക്ക് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. 2 ടൈലുകൾ ചേർത്ത് വെച്ച ചിത്രമാണ് അല്ലേ? ഇതുപോലെ തന്നെ അല്ലേ? ഇനി തന്നിട്ടുള്ള അളവുകളെല്ലാം പ്ലസ് ചെയ്യുക. നീളം 60, വീതി 30. 60 + 60 + 30 + 30 = 180. ചുറ്റളവ് എന്നാൽ ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുമുള്ള അളവുകൾ കൂട്ടി നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണല്ലേ, പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ചതുരത്തിൻ്റെ ചുറ്റളവ് സമം 180 സെൻറ്റിമീറ്റർ.
മനസ്സിലായല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. മധ്യവേനൽ അവധിക്കാലത്ത് 7 ദിവസത്തെ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു. 30 കുട്ടികളാണ് പങ്കെടുത്തത്. രാവിലെ 7 മുതൽ 9:30 വരെയും വൈകിട്ട് 3:30 മുതൽ 6 മണി വരെയുമാണ് കോച്ചിങ് ക്യാമ്പ്. 1 മണിക്കൂർ കഴിയുമ്പോൾ 30 മിനിറ്റ് വിശ്രമത്തിനും ലഘുഭക്ഷണം കഴിക്കാനുമുള്ള ഇടവേളയുണ്ട്. ഇടവേള ഭക്ഷണത്തിന് ഒരു നേരം ഒരു കുട്ടിക്ക് 10 രൂപ ചെലവ് വരും. കോച്ചിന് TA ഇനത്തിൽ ഒരു ദിവസം 1000 രൂപ നൽകണം. ഒരു കുട്ടി രജിസ്ട്രേഷൻ സമയത്ത് 400 രൂപ നൽകണം. മക്കളെ, നിങ്ങൾ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് വായിക്കണം കേട്ടോ. സിമ്പിളാണ്, ചോദ്യം മനസ്സിലാക്കി വായിച്ചാൽ മതി. ഇനി A ക്വസ്റ്റ്യന്, ഒരു കുട്ടിക്ക് ഇടവേള ഭക്ഷണത്തിന് വേണ്ടി ആകെ എത്ര രൂപ ചെലവ് വന്നു? ഒരു നേരത്തെ ഇടവേള ഭക്ഷണത്തിന് 10 രൂപയാണ് ചെലവ്. 2 നേരം ഇടവേള ഭക്ഷണം നൽകുന്നുണ്ട് അല്ലേ, വൈകുന്നേരം രാവിലെ. അപ്പോൾ 20 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. എത്ര ദിവസം കോച്ചിങ് ഉണ്ട്? 7 ദിവസം. 7 ഗുണിക്കണം 20. ആൻസർ 140 രൂപ അല്ലേ? ഒരു കുട്ടിൻ്റെ ചെലവ് 140 രൂപ. ഈ 7 ദിവസങ്ങളിലായി കുട്ടികൾക്ക് എത്ര സമയത്തെ പരിശീലനം ലഭിച്ചു? രാവിലെ 7 മണി മുതൽ 9:30 വരെ എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂർ. അതുപോലെ 3:30 മുതൽ 6 മണി വരെ എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂർ. രാവിലെ 2.5 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷം 2.5 മണിക്കൂറാണ് ടൈം. 1 മണിക്കൂർ കഴിയുമ്പോൾ 30 മിനിറ്റ് വിശ്രമത്തിനുള്ള ഇടവേളയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 2 അരമണിക്കൂർ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 4 മണിക്കൂർ. ഒരു ദിവസം കുട്ടികൾക്ക് കോച്ചിങ് ലഭിക്കുന്ന ടൈം 4 മണിക്കൂറാണ്. കണ്ടെത്തേണ്ടത് 7 ദിവസങ്ങളിൽ എത്ര പരിശീലനം ലഭിച്ചെന്നാണ്. അപ്പോൾ 7 ഗുണിക്കണം 4, ആൻസർ 28 മണിക്കൂർ. ഈ C ക്വസ്റ്റ്യൻ, 7 ദിവസങ്ങളിലായി കുട്ടികൾ ആകെ എത്ര സമയം ക്യാമ്പിൽ ചെലവഴിച്ചു? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7 മണി മുതൽ 9:30 വരെ 2.5 മണിക്കൂർ, വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെ 2.5 മണിക്കൂർ. അപ്പോൾ അവർ 2.5 മണിക്കൂർ രാവിലെയും ഉച്ചയ്ക്ക് ശേഷം 2.5 മണിക്കൂർ, അങ്ങനെ 5 മണിക്കൂർ അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ ചിലവഴിക്കുന്നുണ്ട്. വിശ്രമ സമയവും അവർ ക്യാമ്പിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്. അങ്ങനെ 5 മണിക്കൂർ. 5 ഗുണിക്കണം 7 സമം 35. 35 മണിക്കൂർ. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക, മക്കൾക്ക് ചെയ്യാൻ അറിയുന്നതാണ്. ചോദ്യം ശ്രദ്ധിച്ച് ആവർത്തിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഈ ക്യാമ്പിന് ആകെ എത്ര രൂപ ചിലവ് വന്നു? ആദ്യം കണ്ടെത്തുന്നത് TA, കോച്ചിന് കൊടുത്തിട്ടുള്ള TA ഒരു ദിവസം 1000 ആണ്. 7 ദിവസം കൊടുത്തിട്ടുണ്ട്. 7 ഗുണിക്കണം 1000 സമം 7000. ഇടവേള ഭക്ഷണത്തിന് ഒരു കുട്ടിക്ക് ഒരു ദിവസം 20 രൂപയാണ്. 30 കുട്ടികളുണ്ട്. 30 ഗുണിക്കണം 20, 600. ഒരു ദിവസത്തെ ചിലവ് 600. 7 ദിവസത്തെ ചിലവ് എത്രയാണ്? 7 ഗുണിക്കണം 600, ആൻസർ 4200. തന്നിട്ടുള്ള ഈ സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്യുക അല്ലേ. 7000 പ്ലസ് 4200, 11200 കിട്ടും. ആൻസർ ക്യാമ്പിന് ചിലവായ തുക സമം 11200. ഇനി അതിൽ ഈ ക്വസ്റ്റ്യന്, ചിലവ് കഴിച്ച് രജിസ്ട്രേഷൻ തുകയിൽ മിച്ചമാണോ നഷ്ടമാണോ വന്നത്? എത്ര? രജിസ്ട്രേഷൻ തുക എത്രയാണ്? ഒരു കുട്ടിക്ക് 400 ആണ്. 400 ഗുണിക്കണം 30, ആൻസർ 12000. ഇനി ഈ 12000 നിന്ന് 11200 കുറക്കുക, ആൻസർ 800 രൂപ. അപ്പോൾ നഷ്ടമാണോ മിച്ചമാണോ? മിച്ചമാണ് അല്ലേ. 800 രൂപ മിച്ചമാണ്. EVS ആണ് 6ാമത്തെ ക്വസ്റ്റ്യന്. പട്ടിക പൂർത്തിയാക്കാം. ഫസ്റ്റ് കോളത്തിൽ ചട്ടയും മുണ്ടും ധരിച്ച് നിലവിളക്കിന് ചുറ്റും കൈകൊട്ടി കളിക്കുന്നു. ഏത് കലാരൂപമാണ്? മാർഗം കളി. രണ്ടാമത്തെ കഥകളി തന്നിട്ടുണ്ട്. ഇനി അതിനെന്തെഴുതാം? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പ്രധാന വേഷങ്ങൾ. കഥകളി. വന്ദനഗാനത്തോടു കൂടി ആരംഭിച്ച് കഥാഗാനങ്ങൾ അവതരിപ്പിക്കുന്ന തെക്കൻ കേരളത്തിലുള്ള കലാരൂപം. വില്ലടിച്ചാൻ പാട്ട്. മിഴാവ് എന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്നു. ചാക്യാർകൂത്ത്. വടക്കൻ കേരളത്തിലെ കാവുകളിൽ ദേവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കല. തെയ്യം. ഫസ്റ്റ് കോളത്തിൽ അതിൻ്റെ വാദ്യോപകരണം എഴുതാം കേട്ടോ. അങ്ങനെ എഴുതിയിട്ടും പൂരിപ്പിക്കാം. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.